നമസ്കാരം. എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. വിഷയത്തിലേക്ക് വരാം. നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഏറ്റവും അധികം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പാടെ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടത് ഇടതുപക്ഷം ഇവിടെ തകർന്നടിയുന്നു, UDF 100-ലധികം സീറ്റുകളോടുകൂടി ഇവിടെ അധികാരത്തിൽ എത്താൻ പോകുന്നു. നമുക്കറിയാം VD സതീശൻ, രമേശ് ചെന്നിത്തല, അപ്പം കെ സുധാകരൻ മാത്രമാണ് അല്പം വിരുദ്ധാഭിപ്രായം പറഞ്ഞതെന്ന് വെച്ചാൽ അത്ര 100 പറയാൻ പറ്റില്ല, സീറ്റ് കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു അവസ്ഥയിലൂടെയൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. നമ്മളത് കണ്ട കാര്യങ്ങളാണ്. എന്നാൽ റാഷിദിനെ പോലെയുള്ള അല്ലെങ്കിൽ ചില പ്രവചന വിദഗ്ധന്മാരും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് UDFന് ഇത്തരത്തിൽ സീറ്റുകളുടെ എണ്ണം വർദ്ധിക്കാനുള്ള സാധ്യത, 100-ലധികം സീറ്റുകൾ, 102 മുതൽ 105 സീറ്റുകൾ വരെയൊക്കെ ലഭിക്കും എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്തു. എന്നാൽ ഇങ്ങനെ ഒരു പരസ്യമായി പ്രചരിപ്പിക്കുന്നതിൻ്റെ പിന്നിൽ അതറിയാം. നമുക്ക് VD സതീശൻ കഴിഞ്ഞ ദിവസം തന്നെ മാധ്യമങ്ങളെ കാണുകയും മാധ്യമങ്ങളെ കണ്ടിട്ട് തൻ്റെ ഈ ഒരു ആഗ്രഹം, അതായത് 100-ലധികം സീറ്റുകൾ എന്ന് പറയാം, 100 മുതൽ 110, 115 എന്നൊക്കെ പറയുന്ന കണക്കുകളിലേക്കൊക്കെ പോയി. ബാക്കി 35 സീറ്റുകൾ, 125 സീറ്റുകളൊക്കെ LDFന് കിട്ടുള്ളൂ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം അത്ര കുറഞ്ഞ അല്ലെങ്കിൽ അത്രയ്ക്ക് ശേഷി കുറഞ്ഞ ഒന്നായി കേരളത്തിൽ LDF മാറുമെന്നാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കേവലം 35 സീറ്റുകളിൽ 35-ലോ 25-ലോ ഒക്കെ ഒതുങ്ങിപ്പോകേണ്ട ഒരു രാഷ്ട്രീയ മുന്നണിയാണ് ഇടതുപക്ഷം എന്നുള്ള ഒരു വ്യാഖ്യാനം കേരളത്തിൽ ഇങ്ങനെ പരക്കെ പടർത്തിക്കൊണ്ടിരിക്കുകയാണ്. പല പ്രവചന വിദഗ്ധന്മാരും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. എന്നാൽ ഇതിന് എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ പറയുന്നത്? വർഷങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരം ജില്ലയിൽ UDFിൻ്റെതായ ഒരു പരിപാടി നടന്നു. അത് പ്രസ് ക്ലബിൻ്റെ വാതിലിൽ അവിടെ ഒരു ചായക്കട ഇടുന്ന ചേട്ടുണ്ട്, തിരുവനന്തപുരം പ്രസ് ക്ലബിൻ്റെ. അപ്പോൾ അവിടെ വരും ചില ഖദറിട്ട ബിരുദന്മാർ വന്നിട്ട് ചായ കുടിക്കും, പുറത്തേക്ക് പോകുമ്പോൾ പൈസ ചോദിക്കുമ്പോൾ പറയും അണ്ണൻ തരും എന്ന് പറയും. അത് ഏത് അണ്ണനാണെന്ന് സത്യം പറഞ്ഞാൽ ചായക്കട നടത്തിക്കൊണ്ടിരുന്ന ചേട്ടനും അറിയില്ല, അല്ലെങ്കിൽ അവിടെ വന്ന് കുടിച്ചിട്ട് പോയിട്ടുള്ള ഈ ഖദറിട്ട മഹാന്മാർക്കും അറിയില്ല ഏത് അണ്ണനാണെന്നുള്ള കാര്യം. പാവത്തിന് ഒരുപാട് ചായ നഷ്ടം വന്നു, ചായയും കടിയൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ അന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഊറ്റുക എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സുകാരുടെ ഒരു പൊതു രീതിയാണ് എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. അപ്പോഴും പറയുന്നത് ഇങ്ങനെ അണ്ണൻ തരും എന്ന് പറയും. അപ്പോൾ ഈ അണ്ണൻ ആരാണ് എന്നറിയില്ല എന്ന് പറഞ്ഞല്ലോ. എന്ന് പറയുന്നത് പോലെ ചില അടിസ്ഥാനപരമായ ചില കാരണങ്ങളുണ്ട്. അതായത് ഞങ്ങൾക്ക് 100 സീറ്റ് കിട്ടും. എന്തിനാണ് ഈ 100 സീറ്റ്? അതായത് നമുക്കറിയാം ഈ രീതിയിലൊരു പ്രചരണം കൊടുക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു, ഈ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കേരളത്തിലുള്ള കോൺഗ്രസ് പാർട്ടി പല മെഡിക്കൽ വിഭാഗങ്ങളിൽ നിന്നും പിരിച്ചെടുത്ത ഏകദേശം 100-ലധികം കോടി രൂപയുടെ കണക്കുകൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് പലയിടങ്ങളിൽ നിന്നായിട്ട്, അതായത് ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെ, ആ ഇലക്ട്രൽ ബോണ്ട് അല്ലെങ്കിൽ തുക സംഭാവന വാങ്ങിയതിൻ്റെ പണി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇവിടെ UDF എടുത്തിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ കേരളത്തിലെ പൊതുജനം എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൊട്ടനാട്ടം കാണുന്ന പോലെ ഈ UDFകാർ എത്ര പുണ്യപ്രവൃത്തിയാണ് ചെയ്യുന്നത് എന്ന് കരുതി മിണ്ടാതുരിയാടാതെ ഇതെല്ലാം കണ്ട് മേലോട്ട് നോക്കി തൊഴുതുകൊണ്ടിരുന്നു എന്നുള്ളതാണ് വസ്തുത. എന്നാൽ വിവിധ ഭാഗങ്ങളിൽ നിന്നായി, സ്വകാര്യ ആശുപത്രികളിൽ നിന്നായി, സ്വകാര്യ മരുന്ന് കമ്പനികളിൽ നിന്നായി, സ്വകാര്യ ലബോറട്ടറികളിൽ നിന്നായി കോടിക്കണക്കിന് രൂപയാണ് ഈ ഇലക്ട്രൽ ബോണ്ടായും അല്ലാതെയും ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടി പിരിച്ചു മേടിച്ച് വെച്ചിരിക്കുന്നത് എന്ന് സാരം. അപ്പോൾ അങ്ങനെ ഇത്രയും തുക മേടിച്ചു വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താ ചെയ്യേണ്ടത്? കേരളത്തിലെ ആരോഗ്യ മേഖല തകർന്ന് അടിഞ്ഞ് തറ്റുകിടക്കുന്ന ഒന്നാണ് എന്ന് വരുത്തി തീർക്കണം. ഇത് കൂടാതെ ഏതോ ഇൻഷുറൻസ് കമ്പനികളിൽ നിന്നും വൻതുക അച്ചാരം വാങ്ങിക്കൊണ്ട് ഇവിടെ ഉമ്മൻചാണ്ടിയുടെ പേരിൽ ഒരു ഇൻഷുറൻസ് പദ്ധതി ഏർപ്പാടാക്കാനും ഇവിടെ കോൺഗ്രസ് പാർട്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യവുമുണ്ട്. അപ്പോൾ എന്തു തന്നെയാണെങ്കിലും ഇതൊന്നും മുന്നിൽ കാണാതെ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഇങ്ങനെ കളിക്ക് ഇറങ്ങുമോ? വയനാട്ടിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി പണം പിരിച്ചപ്പോഴും തങ്ങൾക്കെത്ര കിട്ടും ലാഭം എന്ന് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോയ നേതാക്കന്മാരാണ് കോൺഗ്രസിൽ ഇപ്പോഴും ഉള്ളത്. പണ്ടുള്ളവരും അങ്ങനെ തന്നെയാണ്, ഇപ്പോഴുള്ളവരും അങ്ങനെ തന്നെയാണ്. അതായത് മുഖ്യതിൻ്റെ ബാക്കി പ്രവർത്തനങ്ങൾക്ക് എന്ന് ചിന്തിക്കുന്ന കൂട്ടരായി മാറി. വയനാട് ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം കോടിക്കണക്കിന് രൂപ പിരിഞ്ഞ് കിട്ടിയിട്ടുണ്ടാകും. അതിൻ്റെ കണക്കുകൾ ഒരു കുഞ്ഞിന് പോലും അറിയില്ല. രണ്ടാമത് പ്രോപ്പർട്ടി മേടിച്ച് 2 ചില്ലറ പ്രോപ്പർട്ടി മേടിച്ചു എന്ന് പറയുന്നത് അത് എവിടെയാണെന്ന് പോലും അറിയില്ല. സണ്ണി ജോസഫിന് പോലും അറിയില്ല ആ ഭൂമി എവിടെയാണ് മേടിച്ചിട്ടേക്കുന്നത്. പക്ഷെ മേടിച്ചു, അതിന് പൈസയും കൊടുത്തു കഴിഞ്ഞു. എങ്ങനെ? അപ്പം ഇവർ ഈ പറയുന്ന പോലെ ഫണ്ട് മുക്കി പുട്ടടിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ പിന്നെ ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഇലക്ട്രൽ ബോണ്ടിൻ്റെ കേസ് അതെല്ലാം സംഭവിച്ചതാണ്. ഇനി ഇപ്പോൾ നടക്കുന്നത്, കഴിഞ്ഞ ദിവസം ആൻഡ്രൂ അഗസ്റ്റിൻ കഴിഞ്ഞ ദിവസം
ചാനലിൽ ഇരുന്നിട്ട്, റിപ്പോർട്ടർ ചാനലിൽ ഇരുന്നിട്ട് ചർച്ചയ്ക്കിടയിൽ പറയുന്നുണ്ടായിരുന്നു, അദ്ദേഹം ഒരു മുതലാളിയാണ്, ശരിക്കും അദ്ദേഹം ഒരു കമ്പനി നടത്തിക്കൊണ്ട് പോകുന്ന പല ബിസിനസ്സുകളുള്ള ഒരു മുതലാളിയാണ്. അപ്പം അദ്ദേഹം ഒരു കറക്റ്റായിട്ടൊരു നിരീക്ഷണം നടത്തിയിരുന്നു. ആ നിരീക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇങ്ങനെ ഒരു ഖ്യാതി കൊടുക്കുക, അതായത് 100-ലധികം സീറ്റുകളോടുകൂടി UDF സംസ്ഥാനത്ത് അധികാരത്തിൽ വരാൻ പോകുന്നു എന്ന് പറയുന്ന വലിയൊരു പ്രസക്തി, ഒരു എന്താ പറയുക, ഒരു ഇങ്ങനെ എറിഞ്ഞിടുക അന്തരീക്ഷത്തിൽ. അത് വിശ്വസ്തരായ അല്ലെങ്കിൽ വിശ്വസിക്കാൻ കഴിയുന്ന പല ഭാഗങ്ങളിൽ നിന്നായി അങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതിന് ഞങ്ങൾക്ക് അനുകൂലമായ ഒരു തെരഞ്ഞെടുപ്പ് ഇതാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കോളൂ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ UDFന്റെ എല്ലാ നേതാക്കന്മാരും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികരിച്ച് കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ അടിസ്ഥാനപരമായി പാർട്ടിയുടെ കമ്മിറ്റി കൂടുകയോ അതുമായി ബന്ധപ്പെട്ട യാതൊരു അവലോകന യോഗമോ അങ്ങനെയൊന്നും ഉണ്ടാകാതെ തന്നെ ഇങ്ങനെ ഒരു വിവരം പുറത്തുവിട്ടിരിക്കുന്നു. എല്ലാവരും ഇത് ഏറ്റുപിടിച്ചോളൂ എന്നുള്ളതാണ് KPCC എടുത്തിരിക്കുന്ന നിർദ്ദേശം. അപ്പോൾ ഇങ്ങനെ ഒരു ഖ്യാതി കൊടുക്കുമ്പോൾ ഉള്ള പ്രയോജനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ UDF അധികാരത്തിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ വരും എന്നുള്ള പ്രതീക്ഷയിൽ ഇവിടെയുള്ള മുതലാളിമാരെ നേരിട്ട് കാണാനുള്ള ഒരു സാധ്യത ഒരുങ്ങുന്നു. അപ്പം മുതലാളിമാർ സ്വാഭാവികമായിട്ടും കരുതുന്നത് ഈ UDF അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു സർക്കാർ അധികാരത്തിലേക്ക് വരുന്നു. അപ്പം ഇതിലൂടെ ഇതൊരു മാർക്കറ്റിംഗ് തന്ത്രമാക്കി മാറ്റുന്നു എന്നുള്ളതാണ് ആൻഡോയുടെ കണ്ടെത്തൽ. കാര്യം അദ്ദേഹം ഒരു ചാനൽ മുതലാളിയാണ്, അതോടൊപ്പം അദ്ദേഹത്തിന് നിരവധി ബിസിനസ്സുകളുണ്ട്. ഒരുപക്ഷെ അദ്ദേഹത്തിന് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ കോൺഗ്രസ്സുകാർ പിരിവിനിറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ആദ്യ പടി. കാര്യം 100 സീറ്റ് നേടി 105 സീറ്റും 110 സീറ്റും 115 സീറ്റും ഒക്കെ നേടി അധികാരത്തിൽ വരുമ്പോൾ ജനങ്ങൾക്ക് കോൺഗ്രസിനെ വിശ്വാസമാണ് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോൺഗ്രസിനോട് അവരെത്ര തെറ്റ് ചെയ്തിരുന്നാലും കുഴപ്പമില്ല, കോൺഗ്രസ്സുകാർ എന്ന് പറഞ്ഞാൽ ഏറ്റവും വിശ്വസിക്കാൻ കൊള്ളാവുന്നവരാണ് എന്ന് പൊതുജനം വ്യക്തമായി മനസ്സിലാക്കുന്നു എന്നൊരു തോന്നലുണ്ടാക്കുന്നു. തന്നെയുമല്ല, ഈ 105 സീറ്റ് നേടിക്കഴിഞ്ഞാൽ ഇവിടെ കോൺഗ്രസ് അല്ലെങ്കിൽ UDF അധികാരത്തിലേക്ക് കയറുകയാണ്. അപ്പോൾ അധികാരത്തിലിരിക്കുന്ന ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പണം മുടക്കാൻ, ആ അധികാരത്തിൽ കയറാൻ പോകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ മുന്നണിക്കോ വേണ്ടി പണം എടുത്ത് എന്താ പറയുക, നിർലോഭം ചെലവഴിക്കാൻ ഏതൊരു മുതലാളിയും തയ്യാറാവും, അല്ലെങ്കിൽ ഏതൊരു പണക്കാരനും തയ്യാറാവും. തങ്ങൾക്ക് അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മെച്ചം ഇവിടെ ഉണ്ടാകും, അല്ലെ തൻ്റെ ബിസിനസ്സിന് അനുകൂലമായ സമീപനം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്നുള്ള ഒരു തോന്നലിലാണ് പല മുതലാളിമാരും ഇങ്ങനെ ഫണ്ട് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള ഒരു പരിശ്രമമാണ്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് നടത്തുന്ന ശ്രമമാണ് ഇത്. അപ്പം ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, നേരത്തെ പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ ക്യാഷ് ഉണ്ടാവില്ല, ചിരണ്ടിയാണ് ഞങ്ങൾ ഇത്തവണ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഫണ്ട് കണ്ടെത്തുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് സ്കോഡുമായി ചെല്ലുമ്പോൾ അവിടങ്ങളിലുള്ളവർ ഞങ്ങൾക്ക് എന്തെങ്കിലും രൂപ കയ്യിൽ വെച്ച് തരും, ആ പണം ഉപയോഗിച്ചിട്ടാണ് ഞങ്ങളൊരു നാരങ്ങ വെള്ളം പോലും മേടിച്ച് കുടിക്കുന്നത് എന്നതടക്കമുള്ള വൻതോതിലുള്ള ഒരു പ്രചരണമാണ് നടത്തിയത്. എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഈ കാശില്ല, ഇടതുപക്ഷത്തിൻ്റെ ഈ ധാരാളമായി കാശുണ്ട് എന്നാണ് പറയുന്നത്. കഴിഞ്ഞ 10 വർഷമായി ഭരണത്തിലില്ലാതിരിക്കുന്നതല്ലേ ഞങ്ങൾ, പിന്നെ എങ്ങനെയാണ് ഞങ്ങളുടെ കയ്യിലേക്ക് പണം ഉണ്ടാകുക, ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് ഫണ്ട് ഉണ്ടാകുന്നത് എങ്ങനെയാണ് എന്ന് തുടങ്ങി പറഞ്ഞിരുന്നുവെങ്കിൽ പോലും നമുക്കറിയാം ഏറ്റവും മനോഹരമായി, ഏറ്റവും നന്നായി, ഏറ്റവും ലാവിഷായി, ഏറ്റവും എന്താ പറയുക ആർഭാടമായി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്താൻ കോൺഗ്രസിനെ കൊണ്ട് കഴിഞ്ഞു എന്നുള്ളതൊരു വസ്തുതയാണ്. അതിനകത്ത് യാതൊരു മാറ്റവും ഇല്ല. അപ്പം ഇങ്ങനെ ഇത്രയും ഫണ്ട് ഇവിടെ ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഫണ്ടെല്ലാം തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി, കാര്യം എന്താണെന്നറിയാമോ, ഈ ഫണ്ടൊക്കെ എവിടുന്ന് വന്നു? നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാരൻ്റെ ശരീരത്ത് ചവിട്ട് നിന്നുകൊണ്ടുള്ള ഒരു ഫണ്ട് പിരിവ് നടത്തിയിരുന്നു കോൺഗ്രസ് പാർട്ടി. ആ പിരിച്ച പണമാണ് ഇതിനകത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ കോൺഗ്രസ് പാർട്ടിക്ക് പ്രവർത്തക ഫണ്ടോ ഒന്നും എടുത്തിട്ടില്ല. ഈ പറയുന്ന പോലെ 10-90 ലക്ഷത്തിന് രൂപയ്ക്ക് മേളിൽ 97 ലക്ഷത്തോളം രൂപ KPCCയുടെ തനത് ഫണ്ടിൽ നിന്ന് ഇവിടെ കോൺഗ്രസ് വസ്തു മേടിക്കുന്നതിന് വേണ്ടി ചെലവാക്കി എന്ന് പറയുന്നു. 9 ലക്ഷത്തി ചില്ലുവാനും രൂപ ആപ്പ് നിർമ്മാണത്തിന് കൊടുത്തു എന്ന് പറയുന്നു. ഇനിയും ഞങ്ങൾക്ക് 70 ലക്ഷത്തിലധികം രൂപ ചെലവ് വേണ്ടി വരും എന്ന് പറയുന്നു. വീട് വയ്ക്കാൻ പണമില്ല എന്ന് പറയുന്നു. അപ്പോൾ ഒരു തരത്തിലും പണമില്ലാതിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് വളരെ ആർഭാടമായി തന്നെ ഇവിടെ ഫണ്ട് ഇറക്കിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പല മണ്ഡലങ്ങളിലും കോടിക്കണക്കിന് രൂപയാണ് പൊടിച്ചിരിക്കുന്നത്. PR വർക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കിയ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇനി ഇതെല്ലാം തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് വ്യാപകമായി പൊതുജനത്തെ അറിയിക്കുകയാണ്, ഞങ്ങൾ വരുന്നു. അപ്പം അധികാരത്തിൽ കയറാൻ പോകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ, ഒരു മുന്നണിയെ എന്തു തന്നെയാണെങ്കിലും നാട്ടിലെ മുതലാളിമാർ പല ആവശ്യങ്ങൾക്കായിട്ട് വിജയിപ്പിക്കുകയും അവർക്ക് വേണ്ടി ഫണ്ട് കൊടുക്കാനും തയ്യാറാവും എന്നുള്ളത് കാലാകാലങ്ങളായി നമ്മുടെ കേരളത്തിലുള്ള ഒരു പൊതുരീതിയാണ്. അതിന് ഫണ്ട് സമാഹരണത്തിൻ്റെ ആദ്യ പടി എന്നുള്ള നിലയിലാണ് വ്യാപകമായി, അതായത് ഈ മെയ് മാസം 4-ന് മുൻപായി അവരുദ്ദേശിക്കുന്ന ഒരു തുക ഇവരുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവണം, പ്രവർത്തക ഫണ്ട് എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട്.
അപ്പോൾ അതിനുവേണ്ടി നടത്തുന്ന പരിശ്രമങ്ങളാണ് ഈ 100 സീറ്റും 120 സീറ്റും. അതിനുവേണ്ടി തന്നെ പലരെയും വിലക്കെടുത്തുകൊണ്ടുള്ള നീക്കവും കോൺഗ്രസ് പാർട്ടി ഈ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ തിരിച്ചറിയാതെ പോകുന്ന വസ്തുതയാണെന്നേ. നമ്മളെല്ലാവരും ഈ പറയുന്ന പോലെ ഇവരുടെ ഓരോ പ്രവചനങ്ങളിലും ഇവർ പ്രചരിപ്പിക്കുന്ന ഓരോ കഥകളും കണക്കുകളും ഒക്കെ കേട്ടിട്ട് നമ്മളെല്ലാവരും പൊട്ടനാട്ടം കാണുന്ന പോലെ ഇരിക്കുകയാണ്. വസ്തുതകൾ ഇങ്ങനെയാണ് എന്ന് വെച്ചാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. കോൺഗ്രസിനെ എന്തിന് ജയിപ്പിക്കണം എന്ന് പറയുന്ന ഒരു ചോദ്യം എല്ലാ മലയാളിയുടെ മനസ്സിലുണ്ടായിരുന്നേ. എന്തിനാണ് ഞങ്ങൾ കോൺഗ്രസിനെ ജയിപ്പിക്കേണ്ടത്? കഴിഞ്ഞ 2016 വരെയുള്ള കാലഘട്ടത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഇവിടെ കേരളത്തിന് വേണ്ടി എന്താണ് ചെയ്തു തന്നത്? ഈ ചോദ്യം നമ്മൾ ഓരോരുത്തരും 1000 തവണ ചോദിച്ചിട്ടും നമ്മുടെ മനസ്സിനെ തൃപ്തിപ്പെടുത്തുന്ന ഒരു ഉത്തരം പോലും നമുക്ക് ലഭിച്ചിട്ടില്ല. ഇത്തവണ നടത്തിയ ഇന്ദിരാ ഗ്യാരണ്ടി എന്നുള്ള പേരിൽ ഇവിടെ കൊണ്ടുവന്ന് രാഹുൽ ഗാന്ധി അവതരിപ്പിച്ചതിൻ്റെ ഒരു സാധനം പോലും നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടുമെന്ന് ഒരു പ്രതീക്ഷ പോലും നമുക്കില്ലെന്നേ. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ പോലും കോൺഗ്രസിനോടുള്ള എല്ലാ വിശ്വാസവും നമ്മുടെ പൊതുജനത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പോലും 100-ലധികം സീറ്റ് നേടി ഞങ്ങൾ വിജയിക്കുമെന്ന് പറയുകയും ഇനി അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിലേക്ക് താൻ പോവും എന്ന് പറയുന്ന വി ഡി സതീശൻ്റെ ആ ഒരു അർപ്പണ മനോഭാവത്തെയും നമ്മൾ നേരായ മാർഗത്തിലല്ല കാണേണ്ടത്. അതല്പം വളഞ്ഞ രീതിയിൽ തന്നെ കണ്ടാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഇതിൻ്റെ പിന്നിൽ ഇവിടുത്തെ മുതലാളിമാരെ വീഴ്ത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടേ അല്ല. തൻ്റെ ഉദരനിമിത്തം ബഹിർദ വേഷം എന്നാണല്ലോ ചൊല്ല്. അപ്പം അതിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഇപ്പോൾ UDF നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങളാണ് നമ്മൾ ഈ കാണുന്ന 102 സീറ്റും 110 സീറ്റും സ്വൈപ്പ് ചെയ്തെടുക്കലും എന്നൊക്കെ നമ്മൾ ഒന്ന് ബോധ്യത്തോടു കൂടി ബോധ്യപ്പെടേണ്ടതുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.